ശബരിമല സ്വർണ്ണക്കൊള്ള, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് മുടങ്ങിയത് എന്നീ വിഷയങ്ങളിലാണ് പ്രതിഷേധം. ലിജോ റോളൻസ് വിവരവുമായി ചേരുന്നു. ലിജോ, ഇവരെ പോലീസ് എന്ത് ചെയ്തു? അജിംസെ, രണ്ടിടത്താണ് ശക്തമായ പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായത്. ആദ്യ പ്രതിഷേധം ഉണ്ടായത് കൊല്ലം മൂന്നാം കുറ്റിയിലായിരുന്നു. ഈ രണ്ടിടത്തും പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയാണ് ചെയ്യുകയുണ്ടായത്. ആദ്യ പ്രതിഷേധം കൊല്ലം മൂന്നാം കുറ്റിയിൽ വെച്ചായിരുന്നു. കുണ്ടറയിലെ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി തിരികെ കൊല്ലം ആശ്രാമത്തേക്ക് വരുന്ന വഴിക്കായിരുന്നു രണ്ടുപേർ, അതായത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആൽബർട്ടും ഒപ്പം തന്നെ KSUവിന്റെ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള ഫൈസൽ കുഞ്ഞുമോൻ എന്നിവരാണ് കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചത്. അവിടെ പോലീസിന്റെ സംരക്ഷണം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കാണാം മുഖ്യമന്ത്രിയുടെ വാഹനം ഒരു സമയത്തൊന്ന് നിർത്തേണ്ടുന്ന ഒരു അവസ്ഥ പോലും വരികയാണ്. അവർ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന സമയം കൊണ്ട് അത് വാഹന വ്യൂഹത്തെ അത് ബാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. ഒരു സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഒരു വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. അതിനുശേഷം പിന്നാലെ വന്ന വാഹനങ്ങളാണ് അവർ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് അവരെ കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതിന്റെ കാരണമെന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് 2 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ വർഷം തുക അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് അതുപോലും ലഭിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആദ്യ പ്രതിഷേധമുണ്ടായത്. രണ്ടാമത്തെ പ്രതിഷേധമുണ്ടായത് യുവമോർച്ചയുടെ ഭാഗത്ത് നിന്നായിരുന്നു. അത് കൊല്ലം മുഖത്തലയിലായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആ പ്രവർത്തകർ വശത്ത് നിന്നുകൊണ്ട് കരിങ്കൊടി കാണിക്കുകയും തുടർന്ന് അവരെ അവിടെ നിന്ന് മാറ്റി പിന്നാലെ എത്തിയ വാഹനത്തിൽ അവരെ പോലീസ് അവരുടെ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അജിം. ശരി ലിജോ.